ബാക്ക് ടു ഓൾ എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തെ 6ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ സെൻട്രൽ ലൈൻ മെത്തേഡാണ് പറയാൻ പോകുന്നത്. സെൻട്രൽ ലൈൻ മെത്തേഡ് നമ്മൾ ആദ്യം തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു റൂമാണ്, നമ്മളൊരു ബിൽഡിങ്ങിൽ റൂമാണ് എസ്റ്റിമേഷൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ടോട്ടൽ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുക. ടോട്ടൽ സെൻട്രൽ ലൈൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ക്വാണ്ടിറ്റി കണക്കാക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു ബിൽഡിങ്ങിൽ ഒരു റൂമുള്ള ഒരു ബിൽഡിങ്ങിലെ ഒരു റൂം എങ്ങനെ എസ്റ്റിമേഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ റൂമിൻ്റെ പ്ലാന്. തൊട്ടടുത്ത് ക്രോസ് സെക്ഷനും ഉണ്ട് അല്ലേ. 5 മീറ്റർ തിരശ്ചീനമായ അകലം, 4 മീറ്റർ വെർട്ടിക്കൽ അകലം, വാളിൻ്റെ കനം 0.3 മീറ്റർ. ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ലെവലിംഗ് കോഴ്സ് ഉണ്ട് 0.9 മീറ്റർ വിടത്തോടു കൂടി, 2 ഫൂട്ടിംഗ് ഉണ്ട് അല്ലേ, 0.6ഉം 0.5ഉം. ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ എന്തുണ്ട്, 0.4 വിടത്തിൽ കാണുന്നത് എന്താ, പ്ലിന്താണ് അല്ലേ. ഈ കാണുന്നത് നമുക്ക് എന്താണ്, അതിൻ്റെ ഭിത്തിയാണ് അല്ലേ. അപ്പം എങ്ങനെ നമുക്ക് സെൻട്രൽ ലൈൻ മെത്തേഡ് വഴി ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു സിംഗിൾ റൂം ആകുമ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, നമുക്ക് സെൻട്രൽ ലൈൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ എത്ര കിട്ടും നമുക്കറിയാം. 5 + 0.3 ഇവിടെയും 0.3/2 ഇവിടെയും 0.3/2 അവിടെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ലോങ് വാളിൻ്റെ സെൻട്രൽ ലൈൻ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഷോർട്ട് വാളിൻ്റെ സെൻട്രൽ ലൈൻ കിട്ടണമെങ്കിൽ ഇത് മുതൽ ഇതുവരെ അല്ലേ. അപ്പം എന്താണ്, ഇത് മുതൽ ഇതുവരെ 4 മീറ്ററാണ്. 0.3/2 ഇവിടെയും 0.3/2 ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് ഇങ്ങനെ കിട്ടും. 5.3ഉം 4.3 ആയിട്ട് കിട്ടും. സെൻട്രൽ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ടോട്ടൽ സെൻട്രൽ ലൈൻ കാണണം. എങ്ങനെയാണ്, ഇവിടെ 5.3 ഉണ്ട്, ഇവിടെ 5.3, ഇവിടെ 4.3, ഇവിടെ 4.3. അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് 19.2 എന്ന് കിട്ടും. ഇനി ബ്രിക്ക് വർക്ക്, ഫൂട്ടിങ്ങിൽ കൊടുക്കുന്ന ബ്രിക്ക് വർക്ക് എങ്ങനെ ചെയ്യാം. ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, ബ്രിക്ക് വർക്കിൽ ഈ ഒരു ഫിഗർ നോക്കാം. ബ്രിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ബ്രിക്ക് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഇൻ ഫൂട്ടിങ്ങിലാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫൂട്ടിങ്ങിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫൂട്ടിങ്ങിൽ ബ്രിക്ക് വർക്ക് ചെയ്യുന്നത്. ഒന്നിൻ്റെ വീതി 0.6ഉം മറ്റേതിൻ്റെ വീതി 0.5ഉം ആണ് അല്ലേ. അപ്പോൾ 0.6ലാണ് നമ്മൾ ആദ്യത്തെ ഫൂട്ടിങ്ങിലാണ് ചെയ്യുന്നത്. അപ്പോൾ 0.6 ആണ് അതിൻ്റെ വീതി. അതിൻ്റെ ഉയരം നോക്കിക്കഴിഞ്ഞാൽ 0.3 മീറ്ററാണ്. അപ്പം ഈ ലെങ്ത്ത്, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ആദ്യം കാണുക, ഗുണനം വിടുത്ത് എത്രയാണ്, 0.6. എന്തുകൊണ്ടാണ് 0.6 വന്നത്, ഫൂട്ടിങ്ങിലാണ് ബ്രിക്ക് വർക്ക് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 0.3 മീറ്ററാണ്. ഹൈറ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹൈറ്റ് 0.6ൻ്റെ ഹൈറ്റ് 0.3 മീറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ക്വാണ്ടിറ്റി. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഇൻ വാളിലാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രൽ ലൈൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 19.2 അല്ലേ, കണ്ടുപിടിച്ചിട്ടുണ്ട്. വിടുത്ത് എത്രയാണ്, വാളിൽ സൂപ്പർ സ്ട്രക്ചറിലെ വാൾ എത്രയായിരുന്നു, 0.3 മീറ്റർ ആയിരുന്നല്ലോ അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ വാൾ 0.3 മീറ്ററാണ്, വിടുത്ത് ഹൈറ്റ് 3.5 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് 19.2, വിടുത്ത് 0.3, ലെങ്ത്ത് 3.5. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്യുമക്സ് നമുക്ക് എന്ത് കിട്ടും, ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഇൻ വാളിൽ കിട്ടും. ഇനി 2 റൂമുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ സെൻട്രൽ ലൈൻ എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിക്കുക. അതിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് 2 റൂമുള്ള സ്ഥലം എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ വളരെ സിമ്പിൾ അല്ലായിരുന്നു, ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ സെൻട്രൽ ലെങ്ത്ത് കണ്ടുപിടിക്കുക. എങ്ങനെയായിരുന്നു സെൻട്രൽ ലൈൻ ലെങ്ത്ത് കാണുക, ഇവിടെ നമ്മൾ 5.3 ആണ്, ഇവിടുത്തെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇവിടുത്തെ 5.3 എങ്ങനെ കിട്ടി, ഇവിടെ 5 ഉണ്ടാവും. ഓക്കെ, ഇവിടെ 0.3/2, അങ്ങനെ ഇവിടെ 5.3 കിട്ടും. ഇവിടെ നിങ്ങോട്ട് 5.3, ഇവിടെ നിങ്ങോട്ട് എത്രയാണ്, 4.3 അല്ലേ. അപ്പോൾ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 34.1 എന്ന് കിട്ടും. വിടുത്ത് എത്രയാണ്, 0.1 മീറ്ററാണ് അല്ലേ. വിടുത്ത് 0.9 മീറ്ററാണ്. അപ്പോൾ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് ചെയ്യുകയാണ്. നമുക്ക് ഫൗണ്ടേഷനിലുള്ള കോൺക്രീറ്റ് ആണ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇവിടെ 2 പ്രാവശ്യം നമ്മളിപ്പോൾ ടോട്ടൽ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ റെഡിങ് ചെയ്തിട്ടില്ലേ, ഈ 2 ഭാഗം എക്സ്ട്രാ വരും. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കണം.
ഈ ഭാഗത്ത് ടി ജംഗ്ഷൻ എന്നാണ് പറയാറുള്ളത്. എന്താണ് ടി ജംഗ്ഷൻ? അതായത് നോക്കൂ, ഒരു ടി പോലെയല്ലേ, ഇവിടെയും ടി ഇവിടെയും ടി, അങ്ങനെ. അപ്പം ടോട്ടൽ സെൻട്രൽ ലൈൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ റൂം ചെയ്തപ്പോൾ ടി ജംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇല്ല. പക്ഷേ ഇവിടെയാണ് ടി ജംഗ്ഷൻസ് വന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് മൈനസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടും, ശരിക്കായിട്ടുള്ള ലെങ്ത്ത് കിട്ടുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് 34.1 എത്ര ടി ജംഗ്ഷൻ ഉണ്ട്, 2. എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഫൗണ്ടേഷനിലാണ്. അതുകൊണ്ട് 0.9 ആണ് വിടുത്ത് വന്നത്. -2 × 0.9/2 ചെയ്യുമ്പോൾ 33.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടിറ്റി കണക്കാക്കുമ്പം ഫൗണ്ടേഷനിലായതുകൊണ്ട് 0.9 മീറ്ററാണ് വിടുത്ത്, ഹൈറ്റ് 0.3 മീറ്റർ. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ ആലോചിക്കുക. സെൻട്രൽ ലൈൻ മെത്തേഡിൻ്റെ ടി ജംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്തിൽ നിന്ന് -n × b/2 ചെയ്യുക, എന്നിട്ട് സാധാരണ ക്വാണ്ടിറ്റി കണക്കാക്കുക. ഓക്കെ, ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.